മൂവാറ്റുപുഴയെ പ്രത്യേക ജില്ല ആക്കണമെന്നുള്ള ആവശ്യവുമായി മാത്യു കുഴൽനാടൻ MLA മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ വേദിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആവശ്യം ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകി. ജില്ലാ പുനർനിർണയ കമ്മീഷൻ രൂപീകരിക്കുമെന്നും മൂവാറ്റുപുഴയും പരിഗണനയിൽ ഉണ്ടാകും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേൾക്കാം. ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഓണ സമ്മാനം വാങ്ങാൻ നൽകിയിട്ടേ പോകാമുള്ളൂ എന്നുള്ളതാണ്. കാരണം ഏറെക്കാലമായി ഞങ്ങൾ വറുതിയിലും പട്ടിണിയിലുമാണ്. സത്യം പറഞ്ഞു എല്ലാവരും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ല രൂപീകരണമാകുമെങ്കിൽ ആദ്യത്തെ ജില്ല മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം വളരെ തിരക്കിലിരുന്ന സമയത്താണ് ഞാൻ ചെന്നത്. അപ്പൊ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കിൽ ഒരു മറുപടി പറഞ്ഞു. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, നീ ആശങ്കപ്പെടേണ്ട, സമയം വരട്ടെ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്റെ പ്രത്യേക കരുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നത്, എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റി. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. സജോ ദേവസ്യുണ്ട് നമുക്കൊപ്പം. സജോ, ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇന്നത്തെ ഒരു ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു MLA പരസ്യമായി പൊതുവേദിയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി അതിനോട് അനുകൂലിക്കുന്ന തരത്തിലൊരു സംസാരം അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിൽക്കുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴ തലസ്ഥാനമായ ഒരു പുതിയ ജില്ലയുടെ ആവശ്യം അത് MLAയും മുഖ്യമന്ത്രിയും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ എന്താണ് ഇവരുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സർക്കാർ തലത്തിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് സച്ചിൻ? ഷിഹാസ്, സംസ്ഥാനത്ത് ജില്ലാ വിഭജന ചർച്ചകൾ പുതിയതല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ആശയം, പ്രപ്പോസലൊക്കെ കാലങ്ങളായി ഉള്ളതാണ്. അങ്ങനെ 4ഓളം പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ആശയങ്ങളോ പ്രപ്പോസലുകളോ ആവശ്യങ്ങളോ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് എന്നതാണ്. ഒപ്പം മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ മറുപടിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ രൂപീകരിക്കും എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അതും ഒരു പുതിയ കാര്യമല്ല. ധനകാര്യമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് നീണ്ടുപോകും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ അത് വേഗത്തിലുണ്ടാകും എന്ന സൂചന അദ്ദേഹം നൽകുകയാണ്. മറ്റൊന്ന്, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മൂവാറ്റുപുഴ ആസ്ഥാനമായ ഒരു പുതിയ ജില്ല എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജില്ല എന്ന ആശയമാണ് നേരത്തെ മുതലേ ഉള്ളതാണ്. അപ്പോൾ അത് പരസ്യമായി മൂവാറ്റുപുഴ MLA ആവശ്യപ്പെടുന്നു, അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു എന്നത് വളരെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എപ്പോൾ രൂപീകരിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ആദ്യ പരിഗണന എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ കാലങ്ങളായ ഒരു ചർച്ചയുണ്ട്. അവിടെ ജില്ലാ വിഭജനം എന്നൊരു ചർച്ചയുണ്ട്. അത് മലപ്പുറം, എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, ചർച്ചകൾ, പ്രപ്പോസലുകളൊക്കെ ഉണ്ട്. അതായത് അതിർത്തികൾ പുനഃക്രമീകരിച്ചുകൊണ്ട് 4ഓളം പുതിയ ജില്ലകൾ രൂപീകരിക്കുക. അതിൽ തന്നെ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ വളരെ ഇതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. ജില്ലാ ആസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, അവിടെയെല്ലാം ജില്ലകൾക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വലിയ ചിലവുള്ള ഒരു പ്രക്രിയയാണ്. അതിൽ ആദ്യ പരിഗണന ആർക്ക്? സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായി പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ ഒരു 10 കാലമായെങ്കിലും അത് സജീവ ചർച്ചയായി പൊതുവിടത്തിലുണ്ട്. മൂവാറ്റുപുഴയുടെ കാര്യത്തിലും ചർച്ചയുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പുനഃക്രമീകരിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ജില്ലയെ കുറിച്ചുള്ള ആലോചനയുണ്ട്. അങ്ങനെ പാലക്കാടിന്റെ ഭാഗവും മലപ്പുറത്ത് വിഭജനം വരുമ്പോൾ പാലക്കാടിന്റെ ഭാഗങ്ങൾ ചേർത്ത് അങ്ങനെയുള്ള ചർച്ചകൾ. അങ്ങനെ ഏതാണ്ട് ഒരു 4ഓളം പുതിയ ജില്ല. അത് ചരിത്രം പരിശോധിക്കുമ്പോൾ 82-ൽ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നു. പിന്നീട് 84-ൽ കാസർഗോഡ് ജില്ലയുണ്ടാകുന്നു. അതിനുശേഷം സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ലയും രൂപീകരിച്ചിട്ടില്ല എന്ന് കാണാം. പക്ഷേ അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ സംബന്ധിച്ച വാഗ്ദാനം ബജറ്റിൽ ഉൾപ്പെട്ടതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടായില്ല. അതേസമയം മലപ്പുറം ജില്ലാ വിഭജനം സംബന്ധിച്ച് UDF-നകത്ത് പ്രത്യേകിച്ച് ലീഗിന്റെയും വിവിധ സാമൂഹിക സാമുദായിക സംഘടനകളുടെയും ഒക്കെ ആവശ്യം ഇതിനകം തന്നെ അവർ പരസ്യമായി തന്നെ ഉന്നയിച്ചതാണ്. അതിനെക്കുറിച്ച് പലതരം ചർച്ചകൾ ഉയർന്നു വന്നതുമാണ്. അതിനും അപ്പുറത്തേക്ക് അതൊരു സജീവ ചർച്ചയിലേക്ക് സമീപകാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ
മൂവാറ്റുപുഴയുടെ കാര്യത്തിൽ ഒരു വേദിയിൽ MLA ആവശ്യം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രി അതിനോട് പോസിറ്റീവായി പറയുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും അതിലൊരു സൂചനയായി കാണേണ്ടത് ഏറ്റവും വേഗത്തിൽ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോയേക്കും. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം നീക്കത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഏതൊരു സർക്കാരാണെങ്കിലും. അപ്പോൾ ആ കമ്മീഷൻ രൂപീകരണത്തിലേക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന നടപടികളിലേക്കും കടക്കും എന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ജില്ലാ വിഭജന ചർച്ചകൾ സജീവമാവുകയാണ്.